പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ നല്ല സമയം? അതെ, പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല, ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്നാൽ പ്രകർഷേണ ധ്യാനിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. മറ്റുള്ള എല്ലാ ചിന്തയും മാറ്റി നിർത്തി നല്ല ആത്മാർത്ഥമായി ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്നും പ്രകർഷേണ ധ്യാനം. അതൊരു ധ്യാനാവസ്ഥയാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്തകളൊന്നുമില്ലാത്ത ഒരു തോട്ട്ലെസ് സ്റ്റേജ് അല്ല. അത് ഹയർ ലെവലിലുള്ള ഒരു മെഡിറ്റേഷൻ ആണെങ്കിൽ എല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ലല്ലോ. അപ്പം മറ്റേതെങ്കിലും ഒരു ചിന്തയുടെ ആ ഒരു ട്രാക്കിലൂടെ നീങ്ങുമ്പോൾ മറ്റ് ചിന്തകളുടെ എണ്ണം കുറയും. അത് ഒരു മെഡിറ്റേഷൻ്റെ ഏറ്റവും നല്ല ഒരവസ്ഥയാണ്. സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് അതേ പറ്റുള്ളൂ. അപ്പോൾ പ്രാർത്ഥനകൾ അതൊരു ടൂളാണ്. നമ്മളെപ്പോഴും സ്ഥിരമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഏത് ചിന്തകളോ ആശയങ്ങളോ വരികളോ അത് തന്നെ ആവർത്തിച്ച് കൊണ്ട് നടക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ദൈവികമായ കാര്യങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന ആത്മീയ തലത്തിലുള്ള ദൈവങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടോ സ്മരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യം മനസ്സിൽ നമ്മുടെ ഉണ്ട്, അത് വെച്ചുകൊണ്ട് പ്രാർത്ഥന അങ്ങോട്ട് അപേക്ഷിക്കുന്ന ആ ഒരു പ്രക്രിയയാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി ഒന്നുമില്ലെങ്കിലും, ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്സൊന്ന് ശാന്തമാകാൻ ഈ പറയുന്ന പ്രാർത്ഥനകൾ ചെല്ലാറുണ്ട്. ഇത് നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടർന്നു പോരുന്നവരാണ് നമ്മളല്ലേ. അല്ല, ഏത് മതങ്ങളിലും ഏത് ലോകരാജ്യങ്ങളിലും ഒരു സെക്കൻഡെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഏകാഗ്രമാകാറുണ്ട്. ഒരു കർമ്മം, ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സ്മരിക്കാറുണ്ട്. ഇനി അതുമല്ലെങ്കിൽ നമ്മളുടെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ആ സ്റ്റിയറിങ്ങിൽ തൊട്ട് ഒന്ന് എന്തെങ്കിലും പ്രധാന ചടങ്ങുകൾ ചെയ്യും. ഇപ്പോൾ നല്ലൊരു കുക്കിംഗ്, ആഹാരം നമ്മൾ പാകം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അത് സെക്കൻഡുകൾ കൊണ്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ അതും ആവാം. ഇനി അതും അല്ലെങ്കിൽ നമുക്കൊരു അനുഭവം ഉണ്ടായി, നല്ല അനുഭവം ഉണ്ടായാലും പറയും ഓ ഗോഡ്, അത് സെക്കൻഡുകൾ കൊണ്ട് പ്രാർത്ഥനയാണ്. ഇനിയൊരു അപകടം ഉണ്ടായാലും ഓ ഗോഡ്, ആ ഗോഡിനെ നമ്മൾ ഒന്ന് സ്മരിക്കുക. ഈ സ്മരണയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ബെസ്റ്റ് ടൈം പലരും എന്നോട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടണം, എന്താണെങ്കിലും ഏറ്റവും എളുപ്പം കാര്യസാധ്യം കിട്ടുന്ന സമയം ഏതെന്നാണ് പലരും ചോദിക്കുക. കാരണം അത്രത്തോളം ഉണ്ടേ മനസ്സിലെ പ്രശ്നങ്ങൾ. ഓരോ പ്രാർത്ഥനകളും മനസ്സിലാക്കുക, അത് വിത്തുകൾ പോലെയാണ്. വിത്തുകൾ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലത് കൃത്യമായ സ്ഥലത്ത് ഭൂമിയിൽ വീഴുന്നു, അത് മുള പൊട്ടുന്നു. പലപ്പോഴും വാരി വിതർന്നു ഒന്നും കൃത്യ സ്ഥലത്തല്ല വീഴുന്നത്. അല്ലെങ്കിൽ ആ വിത്തുകൾക്ക് മുള പൊട്ടി വരാനായിട്ട് പറ്റുന്നില്ല, അതിൻ്റെ ഷെല്ല്, തോട് കട്ടി കൂടിയതാണ്, അപ്പോഴും മുള പുറത്ത് വരുന്നില്ല, അനുകൂല സാഹചര്യത്തിൽ വീണാലും. പ്രാർത്ഥനകൾ എപ്പോഴും വിത്തുകൾ പോലെയാണെന്ന് മനസ്സിലാക്കുക. വിത്ത് വിതയ്ക്കാൻ പറ്റിയ സമയം നോക്കി ഇടുന്നതാണ് കുറച്ചുകൂടി ഉത്തമം. പലപ്പോഴും പറ്റിയ സമയത്ത് ഇടാത്തതാണ് പ്രശ്നം. ആദ്യം അതിന് വേണ്ട മനസ്സ് ശാന്തമാകുക എന്നുള്ളതാണ്. ശാന്തമായതിനു ശേഷം നമ്മൾ അവിടേക്ക് വിതയ്ക്കുന്നത് മാത്രമേ മുളച്ചു വരികയുള്ളൂ. മനസ്സ് ശാന്തമാകാനാണ് പ്രാർത്ഥനകൾ കുറേ സമയം നമ്മൾ ചെയ്തിട്ട് അതിന് തൊട്ട് പുറകെയായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു. ഒരുപക്ഷെ ആഗ്രഹം, എനിക്ക് ശാന്തി, സമാധാനം, സന്തോഷവും ലഭിക്കണമേ, അല്ലെ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് ഇത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. എല്ലാം പ്രാർത്ഥനയാണ്. ഇതിലേറ്റവും ബെസ്റ്റ് ടൈം ഒരു ദിവസം അവസാനിക്കുന്ന വേളയിൽ, അതായത് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ. ഉറങ്ങാൻ ചില തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്താറുണ്ടല്ലേ. മുറിയൊക്കെ സജ്ജീകരിക്കാറുണ്ട്, കിടക്കയൊക്കെ വിരിക്കാറുണ്ട്, ലൈറ്റൊക്കെ ക്രമീകരിക്കാറുണ്ട്, ഫാനിൻ്റെ സ്പീഡൊക്കെ കറക്റ്റാക്കി വെക്കാറുണ്ട്. ഇങ്ങനെ തയ്യാറെടുക്കുന്നത് പോലെ തന്നെ കിടക്കയിൽ കിടന്ന ശേഷം, അല്ലെ ഇരുന്ന് കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇരുന്നുകൊണ്ടാണേലും ഒന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് മറ്റ് ചിന്തകളുടെയൊക്കെ എണ്ണം ഒന്ന് കുറഞ്ഞു നിൽക്കുന്നു. കാരണം ഉറക്കത്തിലേക്ക് മാത്രമാണ് നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകെ ഇനി ഈ ലോകത്ത് നിന്ന് നമ്മൾ കുറേ മണിക്കൂറുകൾ ഇല്ലാതാകുകയാണ്. നമ്മൾ ഒരു മരണത്തിലേക്ക് പോവുകയാണ്. ഓരോ ദിവസവും മരിക്കുന്നുണ്ട്, അടുത്ത ദിവസം ജനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസ അന്ത്യത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലുക. നമ്മൾ പഠിച്ചിരിക്കുന്ന കീർത്തനങ്ങൾ മനസ്സിൽ ഉരുവിട്ട് അത് അവസാനിക്കുമ്പോൾ നല്ല ശാന്തമായ രീതിയിൽ തന്നെ
നിങ്ങളുടെ ആവശ്യങ്ങൾ ശാന്തിയോ സമാധാനമോ അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു ദിവസം അനുവദിച്ചതിന് നന്ദി പറയുക, സുഖമായിട്ട് ഉറങ്ങുക. ഇത് പെട്ടെന്ന് മനസ്സിനെ സ്വാധീനിക്കും. രണ്ടാമത്, ഉറക്കം ഉണർന്ന പാടെ മറ്റു കാലുഷിക ചിന്ത ഒന്നും കടന്നു വരാത്തതുകൊണ്ട് ഏറ്റവും പ്രധാനം രാവിലെ നിങ്ങളുടെ ബുദ്ധി ഉണരുമ്പോൾ തന്നെ പ്രാർത്ഥന കൊടുക്കുക. അപ്പോൾ തെളിഞ്ഞ ഒരു ജലാശയം പോലെയാണ് ആ സമയത്ത് മനസ്സ്. ആ മനസ്സിലേക്ക് നല്ലതുപോലെ പ്രാർത്ഥനയും തൊട്ടുപുറകെ നമ്മുടെ ആഗ്രഹങ്ങളും നല്ലതുപോലെ കൊടുക്കുക. ഈ 2 വേളകളിലും പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാൻ അങ്ങേയറ്റം അത്യുത്തമം ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കിയാലോ. ഇന്ന് മുതൽ അത്തരത്തിലൊരു ചിട്ട, ഒരു സ്പിരിച്വൽ ഒരു ഓർഡർ ഒന്ന് വരുത്തി നോക്കിക്കോളൂ. തീർച്ചയായിട്ടും അതിന് ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.